നമ്മൾ എബ്രായ ലേഖനം 11 അധ്യായം ആണല്ലോ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ നമ്മൾ ചിന്തിച്ചത് മോശ ഇസ്രായേൽ ജനങ്ങളെ ദൈവത്തിന്റെ നിയോഗപ്രകാരം, ദൈവത്തിന്റെ ആലോചന പ്രകാരം, ദൈവത്തിന്റെ നിർദ്ദേശപ്രകാരം പെസഹയും ചോരത്തളയും ആചരിച്ച് ഫറവോന്റെ അടിമത്തത്തിൽ ഒരു മോശ മുഖാന്തരം ദൈവം പഠിപ്പിച്ച് അവർ മുന്നോട്ട് കടന്നു വരുന്ന ഭാഗത്താണ് നമ്മൾ ചിന്തിച്ച് നിർത്തിയത്. ഇപ്പോൾ അവരെല്ലാവരും ചെങ്കടലിന്റെ തീരത്തെത്തിയപ്പോ അവർ വല്ലാത്ത ഒരു വിഷമത്തിൽ ആയി എന്ന് മാനുഷിക രീതിയിൽ വേണമെങ്കിൽ പറയാം. അവരെ പിന്തുടർന്ന് വരുന്ന, പുറകോട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ അവരെ പിന്തുടർന്ന് വരുന്ന മിസ്രയീം സൈന്യത്തെ കാണുന്നു. മുൻപോട്ട് പോകാൻ ഒരു നിവൃത്തി ഇല്ലാത്തവണ്ണം ചെങ്കടല് അവരുടെ മുമ്പിൽ ആർത്ത് അലച്ചു നിൽക്കുന്നു. എന്നാൽ രണ്ട് വശത്തേക്ക് ഇടത്തോട്ടോ വലത്തോട്ടോ ഓടി രക്ഷപ്പെടാമെന്ന് വിചാരിക്കുമ്പോൾ കടുംതൂക്കായ മലകൾ രണ്ട് വശത്തും അവർക്ക് രക്ഷപ്പെടാൻ കഴിയാതെ ഒരു വല്ലാത്തൊരു അവസ്ഥയിൽ അകപ്പെട്ടതുപോലെ അവർക്ക് തോന്നി. പലപ്പോഴും നമ്മുടെ ഈ ലോകത്തിലെ ക്രിസ്ത്യ ജീവിതത്തിന്റെ യാത്രയിൽ നമ്മളും ഇതുപോലുള്ള വല്ലാത്ത പ്രതിസന്ധികളിൽ അകപ്പെട്ടതായി നമുക്ക് തോന്നാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ മാനുഷികമായ രീതിയിൽ അങ്ങനെ പ്രതിസന്ധിയിൽ നമ്മൾ അകപ്പെട്ടു പോയി എന്ന അവസ്ഥയിൽ ദൈവം നമ്മളെ എത്തിച്ചിട്ട് ദൈവത്തിന് നമ്മുടെ ജീവിതത്തിൽ, ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് കാണിക്കേണ്ടതിന് വേണ്ടി ദൈവം ഇങ്ങനത്തെ അവസ്ഥയിൽ ഒരുപക്ഷെ നമ്മളെയും എത്തിച്ചെന്ന് വന്നേക്കാം. നമ്മളവിടെ കാണുന്നത് ഇസ്രായേൽ ജനം വളരെ പ്രയാസപ്പെട്ടു. മോശ അതിനേക്കാൾ പ്രയാസപ്പെട്ടു. ഞാനിങ്ങനെ സങ്കല്പത്തിൽ ഞാനിങ്ങനെ ഒരു ഭാവനയിൽ ഇങ്ങനെ കാണുന്നു. അവര് സന്ധ്യാസമയത്ത് പെസഹ കുഞ്ഞാടെ അടുത്ത് അവര് രാത്രിയെല്ലാം ഉറക്കളച്ച് ഈ ചെങ്കടലിന്റെ തീരത്ത് അവർ വന്നപ്പോ അവരിൽ മിക്കപേരും ക്ഷീണം കൊണ്ടോ ആലസ്യം കൊണ്ടോ ഒക്കെ ഒരു പക്ഷെ ഉറങ്ങിക്കാണും. എന്നാല് ദൈവത്തിന്റെ വചനത്തിൽ നാം കാണുന്ന പോലെ ഇസ്രായേലിന്റെ പരിപാലകൻ ദൈവം ഉറങ്ങുകയോ ഉറക്കം തൂങ്ങുകയോ ചെയ്യുന്നില്ല നമുക്കറിയാം. അന്ന് രാത്രി മുഴുവൻ നാം കാണുന്നത് ഇസ്രായേൽ ജനം കടന്നു പോകേണ്ടതിന് ദൈവം ചെങ്കടൽ വറ്റിച്ചു, അവിടെ ഉണങ്ങിയ നിലം രൂപപ്പെട്ടു നമ്മൾ കാണുന്നുണ്ട്. അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ ഒരുപക്ഷെ ഇസ്രായേല് ഉറങ്ങിക്കാണും, മോശ വളരെ വിഷമിച്ചു കാണും. എന്നാൽ ദൈവം ചെയ്ത കാര്യം, അന്ന് രാത്രി മുഴുവൻ ദൈവം ശക്തിയുള്ള ഒരു കിഴക്കൻ കാറ്റ് ഈ കടലിന് നേരെ അടിച്ചിട്ടുണ്ട്. രാത്രി മുഴുവൻ ഒരു ശക്തിയുള്ള കിഴക്കൻ കാറ്റ് ചെങ്കടലിന് നേരെ ദൈവം അടിപ്പിച്ചുകൊണ്ടിരുന്നു. പിറ്റേ ദിവസം നേരം വെളുത്തപ്പോൾ ദൈവം മോശയോട് പറഞ്ഞ്, മോശയുടെ കയ്യിൽ ഒരു വടിയുണ്ട്. ആ വടി ഒരു കാലത്ത് മോശയുടെ വടിയായിരുന്നു. എന്നാൽ ഫറവോന്റെ മുമ്പിൽ ആ വടി താഴെ ഇട്ട സമയം മുതൽ അത് പിന്നെ മോശയുടെ വടിയല്ല, ദൈവത്തിന്റെ വടിയാണ്. ആ ദൈവത്തിന്റെ വടിയുമായി നിൽക്കുന്ന മോശയോട് ദൈവം പറഞ്ഞു, വടി സമുദ്രം നേരെ നീട്ടാൻ പറഞ്ഞു. മോശ അങ്ങനെ ചെയ്തു. സമുദ്രം രണ്ടായി വിഭാഗിക്കപ്പെട്ടു. ഇസ്രായേൽ ജനം, മിസ്രയീമിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഇസ്രായേൽ ജനം അച്ചങ്കടലിൽ കൂടെ കടന്നു അക്കരെ കയറി എന്ന് നമുക്ക് കാണാൻ കഴിയുന്നു. ഇത് സ്നാനത്തിന്റെ ഒരു മുൻകുറിയാണ്. ദൈവത്തിന്റെ വചനം കാണുന്നു. ദൈവത്തിന്റെ പരിശുദ്ധന്മാരെ വീണ്ടും ജനിച്ച് ദൈവമക്കളായി തീർന്നവര് കർത്താവ് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കണം പ്രമാണം നമ്മൾ ദൈവത്തിന് കാണുന്നു. അക്ഷരികമായി ഇസ്രായേല് ചെങ്കടലിൽ കടന്ന് സ്നാനത്തിന് മുൻകുറിയായിരുന്നു. അവർ മോശയോടാണ് ചേർന്നത്. എന്നാൽ ദൈവത്തിന്റെ പ്രകാരം നമ്മൾ കാണുന്നു, ഇന്ന് നാം സ്നാനമേൽക്കുന്നത് മോശയോട് ചേരാനല്ല, നേരെ മറിച്ച് യേശു ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേൽക്കുന്നു എന്ന് നാം ദൈവത്തിന് കാണുന്നു. യേശു ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ സ്നാനമേൽപ്പിക്കുന്നതായി നിങ്ങൾ ദൈവത്തിന്റെ വചനം വായിക്കുന്നുണ്ടല്ലോ. ഇപ്പൊ അവര് മിസ്രയീം വിട്ട് ചെങ്കടൽ കടന്ന് അക്കരെ കയറി. ഈ ചെങ്കടലിന്റെ തീരം വരെ, ചെങ്കടലിന്റെ ഇക്കരെയെല്ലാം ഫറവോന്റെ ആധിപത്യമുള്ള സ്ഥലമാണ്. ഒരുവൻ നമ്മളോട് ഇങ്ങനെ ചിന്തിക്കാമെന്ന് വിചാരിക്കാം, സ്നാനപ്പെട്ടില്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് ചിന്തിക്കുന്ന ആളോട് നമുക്ക് പറയാൻ കഴിയുന്ന കാര്യം, ചോരത്തളിയും പെസഹയും ആചരിച്ച ഒരു അക്ഷരിയ ഇസ്രായേലിൽ ചെങ്കടൽ കടക്കാതെ, ചെങ്കടൽ തീരം വരെ ചെങ്കടൽ കടക്കാതെ ഇരുന്നാൽ എന്താണോ സംഭവിക്കുക
അതേ കാര്യം തന്നെ സംഭവിക്കാൻ ആണ് സാധ്യത. കാരണം ചെങ്കടലിന്റെ തീരം വരെ, ചെങ്കടലിന്റെ ഇക്കര ഭാഗം എല്ലാം ഫറവോന്റെ അധീനതയിലുള്ള സ്ഥലമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഒരുവൻ ഈ ചെങ്കടലിൽ കടക്കാതെ ചെങ്കടലിന്റെ ഇക്കര നിൽക്കുവാണെങ്കിൽ ഫറവോനും സൈന്യവും അവനെ പിന്നെയും പിടിച്ചു കൊണ്ടുപോകാനുള്ള എല്ലാ അടിമയാക്കി കൊണ്ടുപോകാനുള്ള സാധ്യത ഉള്ളത് കൊണ്ട് ആ പെസഹയും ചുവരത്തളിയും ആചരിച്ച എല്ലാ ആളുകളും, എല്ലാ വ്യക്തികളും ആ ചെങ്കടലിൽ കടന്ന് ചെങ്കടലിന്റെ അക്കരെ കയറി. അക്കരെ കയറി മരുഭൂമിയിലേക്കാണ് കയറി, നമുക്കറിയാം. അപ്പോ ഇങ്ങനെ മരുഭൂമിയിലേക്ക് ചെങ്കടലിൽ കടന്ന ഇസ്രായേൽ ജനം ചെങ്കടലിൽ കടന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് കാണുന്നു മിരിയാം മറ്റുള്ള ഇസ്രായേലിയ സഹോദരിമാരുടെ കൂടെ വളരെ ഉല്ലാസത്തോടെ സന്തോഷത്തോടെ തപ്പെടുത്ത് നൃത്തം ചെയ്ത് ദൈവത്തെ മഹത്വപ്പെടുത്തി പാട്ടുപാടിയതെല്ലാം നമുക്കറിയാൻ കഴിയും, നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. യഥാർത്ഥത്തിൽ ഒരു ബുദ്ധിമുട്ടിന്റെ, പ്രയാസത്തിന്റെ, ഞെരുക്കത്തിന്റെ, അല്ലെങ്കിൽ ഇങ്ങനെ ഉള്ള രക്ഷപ്പെടാൻ ഒരു സാധ്യതയുമില്ല, ഒരു പഴുതുമില്ല എന്നുള്ള സാഹചര്യം നമ്മുടെ മുമ്പിൽ വരുമ്പോൾ ആ സാഹചര്യത്തെ അതിജീവിച്ചതിന് ശേഷം പാട്ടുപാടുക എന്നുള്ളത് ഏതൊരു മനുഷ്യനും സാധ്യമായ കാര്യമാണ്, ഏത് മനുഷ്യൻ ചെയ്യാൻ കഴിയുന്ന കാര്യം. എന്നാൽ യഥാർത്ഥത്തിൽ ദൈവത്തെ വിശ്വസിക്കുന്ന, ദൈവത്തെ അറിയുന്ന, ദൈവത്തിൽ ആശ്രയം വെച്ചിരിക്കുന്ന ഏതൊരു മനുഷ്യനും ചെങ്കടലിൽ കടന്നതിന് ശേഷമല്ല, ചെങ്കടലിന്റെ ഇക്കര വെച്ച് തന്നെ അവൻ പാട്ട് പാടുന്നതിനായിരുന്നു. കാരണം ദൈവം ഒരിക്കലും ദൈവത്തിന്റെ പദ്ധതി പരാജയപ്പെടാൻ സമ്മതിക്കുന്നില്ല. ദൈവത്തിന്റെ വായിൽ നിന്ന് പുറപ്പെട്ട വചനം ദൈവം അത് അങ്ങനെ തന്നെ നിവർത്തിക്കും. ദൈവത്തിന്റെ വചനം കാണുന്നു. ദൈവം അത് ചെയ്യാൻ, അത് നിവർത്തിക്കാൻ ശക്തനാണ്. അപ്പൊ ഇസ്രായേൽ ജനം മിസ്രയീമിൽ പിടിക്കപ്പെട്ടു. ഇസ്രായേൽ ജനം ചെങ്കടലിൽ കടന്നു മോശയോട് ചേർന്ന് മരുഭൂമിയിലേക്ക് പോയി. അവര് മിരിയാം തപ്പെടുത്ത് നൃത്തം ചെയ്ത് പാട്ടുപാടി ദൈവത്തെ മഹത്വപ്പെടുത്തി. അടുത്ത 15-ാം അധ്യായത്തിന്റെ 31-ാമത്തെ വാക്യം, 30-ന്റെ പകുതി ഭാഗം മുതൽ, വിശ്വാസത്താൽ അവർ 7 ദിവസം ചുറ്റി നടന്നപ്പോൾ എരിഹോ മുതൽ ഇടിഞ്ഞു വീണു. എരിഹോ പട്ടണം മരുഭൂമിയിൽ കൂടെ നടന്നതിന് ശേഷം, എരിഹോ എന്ന് പറയുന്ന മരുഭൂമിയുള്ള സ്ഥലമല്ല, വാസ്തവത്തിൽ എരിഹോ എന്ന് പറയുന്നത് കനാനിൽ ഉൾപ്പെട്ട സ്ഥലമാണ്. അപ്പൊ കനാനിൽ ആദ്യമായിട്ട് അവർക്ക് ഇസ്രായേൽ ജനത്തിന് കീഴടക്കേണ്ടി വന്ന ആദ്യത്തെ പട്ടണം എരിഹോവാണ്. എരിഹോ പട്ടണത്തിന്റെ ചുറ്റുമതിൽ, അതിന്റെ എരിഹോ പട്ടണത്തിന്റെ ചുറ്റും വലിയ ശക്തമായ മതിലുണ്ടായിരുന്നു. ഞാൻ കേട്ടിട്ടുള്ളത്, ആ മതിലിന്റെ മുകളിൽ കൂടെ ഒരേ സമയത്ത് തന്നെ 2-3 ലൈലാൻഡ് ലോറികൾക്ക് ഒരുമിച്ച് ഓടിച്ചു കൊണ്ടുപോകാൻ മാത്രമുള്ള ശക്തിയും വീതിയുമുള്ള മതിലായിരുന്നു. ആ മതിലിന്റെ മുകളിലായിരുന്നു രാഹാബിന്റെ വീട്. ഒരു മതിലിന്റെ മുകളിൽ വെച്ച് താമസിക്കണമെങ്കിൽ ആ മതിൽ എത്രത്തോളം ശക്തവും എത്രത്തോളം വിശാലവും വീതി വിസ്താരമുള്ളതായിരിക്കണം നമുക്ക് അനുമാനിക്കാൻ കഴിയുമല്ലോ. അപ്പൊ അങ്ങനെയുള്ള ഒരു മതില്, അങ്ങനെയുള്ള മതില് എരിഹോ പട്ടണം. ബ്രദറെ കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ കഴിയുന്നുണ്ടോ? ഉണ്ട് ഉണ്ട് ഉണ്ട്. ഓക്കെ. ഇടയ്ക്ക് ആരും എന്തോ പറയുന്ന പോലെ തോന്നി, അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. അപ്പോ അങ്ങനെ ശക്തമായ ചുറ്റുമതിലുള്ള എരിഹോ പട്ടണം, ആ എരിഹോ പട്ടണം ഇവർക്ക് കീഴടക്കേണ്ടത് ആവശ്യമായിരുന്നു. എരിഹോ പട്ടണം കനാനിൽ ഉള്ള സ്ഥലമാണ്. കനാനിൽ ആദ്യമായി കീഴടക്കേണ്ടി വന്നത് എരിഹോ പട്ടണമാണ്, ഞാൻ പറഞ്ഞു. അപ്പൊ ഈ എരിഹോ പട്ടണം കീഴടക്കാൻ വളരെ പ്രയാസമാണെന്ന് ഒരുപക്ഷെ അവർക്ക് തോന്നിക്കാണും. പക്ഷെ ദൈവം ആ പട്ടണം കീഴടക്കേണ്ടത് എങ്ങനെയാണ് എന്ന് അവർക്കൊരു ഒരു നിർദ്ദേശം കൊടുത്തിരുന്നു. അതായത് ഈ എരിഹോ പട്ടണത്തിന്റെ ചുറ്റും അവര് 6 ദിവസം നടക്കണം. 6 ദിവസം ഓരോ പ്രാവശ്യം നടക്കണം. അത് നടക്കേണ്ട വിധമുണ്ട്. ആട്ടിൻ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം പിടിച്ച 7 പുരോഹിതന്മാര് ദൈവത്തിന്റെ നിയമപ്പെട്ടകത്തിന്റെ മുൻപിൽ നടക്കണം. ആ നിയമപ്പെട്ടകത്തിന് മുമ്പിൽ 7 കാഹളം പിടിച്ച ആട്ടിൻകൊമ്പ് കൊണ്ടുള്ള 7 കാഹളം ഉള്ള 7 പുരോഹിതന്മാരുടെ മുൻപിൽ
യുദ്ധ സമർത്ഥരായിട്ടുള്ള പടയാളികൾ നടക്കും. ആ പടയാളികളുടെ പിന്നിലാണ് ഈ ആട്ടിൻകൊമ്പോടുള്ള 7 കാഹളം പിടിച്ചിരിക്കുന്ന പുരോഹിതന്മാർ നടക്കുന്നത്. അതിന്റെ പിന്നിൽ എല്ലാ ഇസ്രായേലും നടക്കണം. ഇങ്ങനെ ഒരു ദിവസം ഒരു പ്രാവശ്യം നടക്കണം. ഈ നടക്കുന്ന സമയത്ത് ഈ 7 പുരോഹിതന്മാരുടെ കയ്യിലുള്ള ആട്ടിൻകൊമ്പിന്റെ കാഹളം പുരോഹിതന്മാര് ഊതണം. എന്നാൽ ആ ഊതുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. ആ പുരോഹിതന്മാർ ആ ആട്ടിൻകൊമ്പുള്ള കാഹളം നീട്ടി ഊതരുത്. വളരെ ശബ്ദം കുറച്ച്, വളരെ നീട്ടാതെ, ഒത്തിരി നീട്ടാതെ അവർ ഊതിക്കൊണ്ടിരിക്കണം. ഇങ്ങനെ 6 ദിവസങ്ങൾ നടക്കും. എന്നാൽ ഈ 6 ദിവസം പുരോഹിതന്മാര് ഈ ആട്ടിൻകൊമ്പുള്ള കാഹളം ഊതിക്കൊണ്ടിങ്ങനെ നടക്കുമ്പോൾ മറ്റുള്ള ആളുകൾ ആരും ഒരു ഒച്ചയും ഉണ്ടാക്കാൻ പാടില്ല, ഒരു ഒച്ച. എന്നാൽ 7ാമത്തെ ദിവസം ദൈവം അവരോട് പറഞ്ഞു, 7ാമത്തെ ദിവസം യെരിഹോ മതില് ഇവർ 7 പ്രാവശ്യം നടക്കും. മൊത്തത്തില് ഇസ്രായേൽ ജനം യെരിഹോ മതിൽ ചുറ്റി നടന്നത് 13 പ്രാവശ്യമാണ്. 7 ദിവസം കൊണ്ട് 13 പ്രാവശ്യം ചുറ്റി നടന്നു. 6 ദിവസം ഓരോ പ്രാവശ്യവും, 7ാമത്തെ ദിവസം 7 പ്രാവശ്യം, അങ്ങനെ 13 പ്രാവശ്യം ചുറ്റി നടന്നു. ഈ 13ാമത്തെ പ്രാവശ്യം യെരിഹോ മതിൽ ഇവർ ചുറ്റി നടക്കുമ്പോൾ യോശുവ അവരോട് പറഞ്ഞായിരുന്നു, ദൈവത്തിന്റെ നിയമപ്രകാരം യോശുവ പറഞ്ഞു, ആട്ടിൻകൊമ്പോടുള്ള കാഹളം പുരോഹിതന്മാരെ നീട്ടി ഊതുമ്പോൾ ജനമെല്ലാം ഉണർപ്പെടും. ഈ ഒച്ച ഉണ്ടാക്കണം എന്ന് ഞാൻ നിങ്ങളോട് പറയുന്ന നാൾ വരെ നിങ്ങൾ ഒച്ച ഉണ്ടാക്കരുത്, ഒരു വാക്കുപോലും ഉരിയാടരുത് എന്ന് യോശുവ ജനത്തെ വളരെ കർശനമായി പറഞ്ഞിരുന്നു. അങ്ങനെ ഒരു വാക്കുപോലും ഉരിയാടാതെ ഇവര് 12 പ്രാവശ്യം നടന്നു. 13ാമത്തെ പ്രാവശ്യം യോശുവയുടെ നിർദ്ദേശപ്രകാരം പുരോഹിതന്മാർ തങ്ങളുടെ കയ്യിലുള്ള 7 പുരോഹിതന്മാരെ 7 ആട്ടിന്റെ കൊമ്പ് കൊണ്ടുള്ള 7 കാഹളം നീട്ടി ഊതിയപ്പോ യോശുവ പറഞ്ഞു, ആർപ്പിടുവീൻ എന്ന് പറഞ്ഞപ്പോൾ എല്ലാ ഇസ്രായേലും ഒരു ആർപ്പിട്ടു. ആർപ്പിട്ട സമയത്ത് ഈ യെരിഹോ മതിൽ ഇടിഞ്ഞു വീഴാനിടയായി. യെരിഹോ മതിൽ ഇടിഞ്ഞു എന്നുള്ള സത്യമായിരിക്കെ അതിൽ റാഹാബ് എന്ന് പറയുന്ന ഒരു സ്ത്രീ താമസിച്ചിരുന്ന ആ ഭാഗം ഇടിയാതെ. അപ്പൊ ഈ ദൈവത്തിന്റെ മരുന്ന് നാം കാണുമ്പോൾ ഈ 3 കാഹളത്തെ കുറിച്ച് ദൈവത്തിന്റെ മരുന്ന് നാം കാണാൻ കഴിയും. സംഖ്യാപുസ്തകം 10ാം അധ്യായത്തിൽ മോശയോട് ദൈവം പറയുമ്പോൾ, നീ വെള്ളി കൊണ്ട് അടിപ്പ് പണിയായി 2 കാഹളം ഉണ്ടാക്കണം. അത് ഒന്ന് സഭയെ കൂട്ടി വരുത്താനും മറ്റേത് പാളയത്തെ പുറപ്പെടുവിക്കാനും ഉതകണം എന്ന് സംഖ്യാപുസ്തകം 10ാം അധ്യായത്തിന്റെ 1ാമത്തെ വാക്യം ഒരു വായിച്ച് നമുക്ക് ഗ്രഹിക്കാൻ കഴിയുന്നു. അപ്പോ വെള്ളി കൊണ്ടുള്ള 2 കാഹളം മോശയുടെ കയ്യിലുണ്ട്. ആട്ടിൻകൊമ്പുകൊണ്ടുള്ള 7 കാഹളം പുരോഹിതന്മാരുടെ കയ്യിലുണ്ട്. വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമ്മൾ സ്വർണ്ണ കാഹളത്തെ കുറിച്ച് നമ്മൾ കാണുന്നു. അപ്പൊ ഈ മോശയുടെ കയ്യിലുള്ള സംഖ്യാപുസ്തകത്തിൽ മോശയുടെ കയ്യിലുള്ള 2 കാഹളം, ആ കാഹളത്തെ ഊതുന്നതിനനുസരിച്ചാണ് പാളയമാണോ പുറപ്പെടേണ്ടത്, അതോ സഭയാണോ മോശയുടെ അടുത്ത് കൂടി വരേണ്ടത് തീരുമാനിക്കുന്നത് എന്ന് മനസ്സിലാക്കുന്നത് ആ ശബ്ദത്തെ തിരിച്ചറിഞ്ഞിട്ടാണ്. പാളയത്തെ പുറപ്പെടുവിക്കാൻ ഗംഭീര ധ്വനിയുള്ള കാഹളം, എന്നാൽ സഭയെ കൂട്ടി വരുത്താൻ ഗംഭീര ധ്വനി ഊതരുത് മോശയോട് പറഞ്ഞിരിക്കുന്നു. ഇതെല്ലാം നമ്മൾ ദൈവത്തിന്റെ മനസ്സിൽ ഈ ഭാഗങ്ങളല്ലല്ലോ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിലേക്ക് കൂടുതലായി കടക്കാൻ താല്പര്യപ്പെടുന്നില്ല. അത് നമ്മുടെ കർത്താവ് യേശു പ്രത്യക്ഷതയെ കുറിച്ച് നമ്മൾ വായിക്കുന്ന കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടി സ്വർഗത്തിൽ ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുൻപ് എഴുന്നേൽക്കുകയും പിന്നെ ജീവനോട് ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് കർത്താവിനെ എതിരേക്കാൻ വെക്കപ്പെടും എന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാം. അപ്പൊ അവിടെ അതൊക്കെ നമ്മൾ വിസ്തരിച്ചോ അല്പം കൂടെ ആഴത്തിൽ പഠിക്കാൻ മനസ്സിലാക്കുകയാണെങ്കിൽ എന്താണ് ഈ കാഹളം, എന്താണ് എന്നുള്ള സഭ, എന്താണ് അല്ലെങ്കിൽ എന്താണ് സഭ എന്നുള്ളത്, അല്ലെങ്കിൽ പാളയം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് നമുക്ക് ആ ഭാഗത്ത് നിന്ന് ഗ്രഹിക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഇവിടെ 7 ദിവസം ഇസ്രായേൽ ജനം യെരിഹോ മതിൽ ചുറ്റി നടന്നു. 7 ദിവസം കൊണ്ട് 13 പ്രാവശ്യം ചുറ്റി നടന്നു. 12 പ്രാവശ്യം ചുറ്റി നടന്നപ്പോഴും അവരാരും ഒരു വിഷയം ഉണ്ടാക്കിയില്ല. ഒരു പക്ഷെങ്കില് ഈ മതിലിന്റെ മുകളിൽ താമസിക്കുന്ന അല്ലെങ്കിൽ ഇവരിങ്ങനെ ചുറ്റി നടക്കുന്ന കാണുമ്പോൾ ഇവരെ കളിയാക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ കളിയാക്കുമോ, അല്ലെങ്കിൽ വല്ല കല്ലെടുത്തെറിയുമോ ഒക്കെ ഒരു പക്ഷെ ചെയ്തിരുന്നിരിക്കാം. എന്റെ ഊഹമാണ്.
അപ്പോ എന്നാൽ ഇവര് ഒരു ഒച്ചയും ഉണ്ടാക്കിയില്ല. നമ്മൾ ഇതിൽ നിന്ന് ഒരു കാര്യം നമ്മൾ പഠിക്കാൻ ഗ്രഹിക്കാൻ നമ്മൾ മനസ്സിൽ വെക്കേണ്ട കാര്യം, ഇപ്പൊ പല കൂട്ടായ്മകളിലും നമുക്ക് നമ്മുടെ അനുഭവത്തെ നമുക്കറിയാം, നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം. പല ഞായറാഴ്ച സൺഡേ മീറ്റിങ്ങുകളിൽ പല കൂട്ടായ്മകളിൽ ഭയങ്കരമായ ഒച്ച ഉണ്ടാക്കും. അപ്പൊ ഒച്ച ഉണ്ടാക്കുന്നത് ഒരു ദൈവികമായ സാന്നിധ്യത്തിന്റെ അടയാളമാണ്, ദൈവ പ്രവർത്തനത്തിന്റെ അടയാളമാണ് ഒക്കെ തെറ്റായ ധാരണ ധരിക്കുന്ന അനേകരുണ്ട്. എന്നാൽ ഇവിടെ നമ്മൾ കാണുന്ന കാര്യം 6 ദിവസവും മിണ്ടാതെ ഇരുന്നു. 6 ദിവസവും മിണ്ടാതിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടെങ്കിൽ 7ാമത്തെ ദിവസം ഒച്ച ഉണ്ടാക്കിയാൽ ചിലത് സംഭവിക്കും. മിണ്ടാതിരിക്കുക എന്ന് പറഞ്ഞാൽ ഒന്നും മിണ്ടാതിരിക്കുക എന്നുള്ളതല്ല, ദൈവഹിതപ്രകാരം അല്ലാത്ത യാതൊരു കാര്യങ്ങളും നമ്മൾ സംസാരിക്കാതിരിക്കുകയും അങ്ങനെ 6 ദിവസം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതിന് ശേഷം 7ാമത്തെ ദിവസം നമ്മൾ ആർപ്പെടുകയും ചെയ്താൽ ഒരുപക്ഷെ പലതും സംഭവിച്ചിരിക്കാം. എന്നാൽ അങ്ങനല്ല പ്രായോഗികമായി നമ്മൾ കാണുന്നു. ജീവിതത്തിലെ എല്ലാ ദിവസങ്ങളിലും ഒരുപോലെ അകാരണമായി ഒച്ച ഉണ്ടാക്കുന്ന വിശ്വാസികൾ അനേകരുണ്ട്. ഞാൻ ആരെ കുറ്റമായിട്ട് പറയുന്നതല്ല. നമ്മൾ സ്വയം പരിശോധിക്കുക. ആഴ്ചയുടെ 6 ദിവസങ്ങളിൽ നമുക്ക് ദൈവഹിതപ്രകാരമല്ലാത്ത യാതൊരു വാക്കും നമ്മുടെ വായിൽ പുറപ്പെടാതെ നമ്മുടെ നാവിനെ സൂക്ഷിക്കാൻ കഴിയും എങ്കിൽ നമ്മൾ 7ാമത്തെ ദിവസം നമുക്ക് ഒച്ച ഉണ്ടാക്കിയാൽ അത് പ്രയോജനകരമായ പല കാര്യങ്ങളും സംഭവിക്കാനിടയാകും. അതുകൊണ്ട് നമ്മുടെ വായിലെ വാക്കുകൾ എപ്പോഴും കൃപയോട് കൂട്ടുന്നതും പിന്നെ അടിഞ്ഞുവരുന്നതുമായിരിക്കണമെന്ന് കേൾക്കുന്നവർക്ക് ആത്മീയ വർദ്ധന നല്ല വാക്കല്ലാതെ ഒന്നും നിങ്ങളുടെ വായിൽ പുറപ്പെടുന്നത് അധമായി ഉപേക്ഷിച്ച് ഉത്തമമായി പ്രസ്താവിക്കണമെന്നും ഇങ്ങനെയുള്ള അനേക ദൈവ സത്യങ്ങൾ ഗ്രഹിക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ നാം ഇതെല്ലാം നാം അനുവർത്തിക്കും, നമ്മുടെ പ്രായോഗിക ജീവിതത്തിൽ ചെയ്യേണ്ടതിന് വേണ്ടിയാണ് ഇതൊക്കെ ദൈവത്തിന് മറ്റും കാണുന്നത്. അപ്പൊ ഇവര് 6 ദിവസം ഒരൊച്ച ഉണ്ടാക്കിയില്ല. എന്നാൽ 7ാമത്തെ ദിവസം ഒരു ഒച്ച ഉണ്ടാക്കി എരിവോ മുതൽ ഇടിഞ്ഞു വീണു. അടുത്ത വാക്യം ഞാൻ വായിക്കുന്നു. 7 ദിവസം വിശ്വാസത്താൽ റാഹാവ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് അവിശ്വാസികളോട് കൂടെ നശിക്കാതെ ഇരുന്നു. 31ാമത്തെ വാക്യം വായിച്ചു. റാഹാബ് എന്ന് പറയുന്ന ഒരു സ്ത്രീ ഒരു സാധാരണ സ്ത്രീയല്ല. തിരുവചനത്തിൽ അവളെ കുറിച്ച് എഴുതിയിരിക്കുന്നത് റാഹാബ് എന്ന വേശ്യം തന്നെ എഴുതിയിരിക്കുന്നു. ഈ റാഹാബ് എന്ന വേശ്യ വാസ്തവത്തിൽ വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വന്നു കഴിഞ്ഞു. വിശ്വാസവീരന്മാരുടെ പട്ടികയിൽ വന്നു കഴിഞ്ഞിട്ടും അവളുടെ പേരിന് മാറ്റം റാഹാബ് എന്ന വേശ്യ തന്നെ എഴുതി. അങ്ങനെ റാഹാബ് എന്ന വേശ്യ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു. ഈ ഹിസ്റ്ററി നമുക്ക് അറിയാമെന്ന് ഞാൻ ധരിക്കും, അതുകൊണ്ട് അങ്ങ് നടക്കേണ്ട ആവശ്യമില്ല എന്ന് ചിന്തിക്കും. പക്ഷെ ഈ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ട് ആ ഒറ്റുകാര് ഇറങ്ങിപ്പോയപ്പോ ഇത് റാഹാബിനോട് ഒരു കാര്യം പറഞ്ഞു. കാരണം ഇവര് ഈ യുദ്ധം ചെയ്ത് ഇസ്രായേലിൽ കയറി വരും. റാഹാബിനോട് പ്രോമിസ് ചെയ്തായിരുന്നു. അതായത് ഞങ്ങളെ ഇറക്കി വിട്ട ഈ കിളിവാതിലില് നീ ഒരു ചുവപ്പ് ചരട് കെട്ടണം, ഒരു ചുവന്ന ചരട് കെട്ടി ഇങ്ങനെ തൂക്കിയിട്ടേക്കണം. അപ്പൊ അനേക വീടുകള് ഈ എരിഹോ മതിലിന്റെ മുകളിൽ ഉണ്ടായിരുന്നിരിക്കാം. അപ്പൊ ഏത് വീട്ടിലുള്ളവരെയാണ് രക്ഷിക്കേണ്ടത് എന്നുള്ളതിന്റെ അടയാളമായിട്ട് ഒരു ചുവപ്പ് ചരട് റാഹാബിന്റെ വീടിന്റെ ഈ ഒറ്റുകാരെ സമാധാനത്തോടെ ഒരു കിളിവാതിൽ വഴിയാണ് ഇറക്കി വിട്ടത്. ആ കിളിവാതിലിൽ ഒരു ചുവപ്പ് ചരട് കെട്ടിയേക്കണം എന്ന് ഈ ഇറക്കി വിട്ട ആള് റാഹാബിനോട് പറഞ്ഞു. റാഹാബും ഒറ്റുകാരും തമ്മിൽ ഒരു കോൺട്രാക്ട്, ഒരു കരാറിൽ ഏർപ്പെട്ടു. റാഹാബിനോട് അവർ പറഞ്ഞത്, ഇങ്ങനെ ഒരു ചുവപ്പ് ചരട് കെട്ടിയിട്ട് നിനക്കും നിന്റെ കുടുംബത്തിലുള്ള രക്ഷപ്പെടണമെന്ന് താല്പര്യമുള്ളവർ എല്ലാവരും ഈ വീടിന്റെ ഉള്ളിൽ വന്നിരിക്കണം. അങ്ങനെ ഈ വീടിന്റെ ഉള്ളിൽ ഈ ചുവപ്പ് ചരട് കെട്ടുകയും ഈ വീടിന്റെ ഉള്ളിൽ നിങ്ങൾ വന്ന് ഇരിക്കുകയും ചെയ്തതിന് ശേഷം ഞങ്ങൾ ഈ പട്ടണം പിടിക്കാൻ വരുമ്പോൾ ആരെങ്കിലും നിങ്ങളെ ഉപദ്രവിച്ചാൽ അല്ലെ നിങ്ങളെ കൊന്നാൽ അവന്റെ രക്തം ഈ കൊല്ലപ്പെട്ടവരുടെ രക്തത്തിന് പകരമായി. എന്നാൽ നേരെ തിരിച്ച് ഈ ചുവപ്പ് ചരട് കെട്ടാതെയും അല്ലെങ്കിൽ ഈ വീടിന്റെ ഉള്ളിൽ ഇരിക്കാതെയും ഇരുന്നാൽ അങ്ങനെയുള്ളവരുടെ ലൈഫ്, അങ്ങനെയുള്ളവരുടെ പ്രാണന്, അങ്ങനെയുള്ളവരുടെ ജീവന് ഇസ്രായേലിൽ ഒറ്റുകാർക്ക്
യാതൊരു ഗ്യാരണ്ടി. ഇത് കാണിക്കുന്ന ഒരു സത്യം, നമ്മള് പെസഹ കുഞ്ഞാടിനെ കൊന്ന് അതിന്റെ കട്ടളക്കാലിന്മേൽ അതിന്റെ രക്തം എടുത്ത് കട്ടളക്കാലിന്മേലും കുറുമ്പടിമേലും തേച്ച് ആ വീടിന്റെ കതക് അടച്ച് വീടിന്റെ ഉള്ളിൽ ഈ വീടിനുള്ളവർ ഇരിക്കണം എന്നൊരു പ്രമാണ ദൈവം പറഞ്ഞാൽ, ആരെങ്കിലും വീടിന്റെ പുറത്ത് പോയാൽ അവർ കൊല്ലപ്പെട്ടാൽ, ആരെങ്കിലും എന്നല്ല, വീട്ടിലുള്ള എല്ലാ വീട്ടിലുള്ളത് കടിഞ്ഞൂലുകളാണ് അന്ന് രാത്രി സംഭവിക്കപ്പെടും. കടിഞ്ഞൂലാണ്. അപ്പൊ എല്ലാ വീട്ടിലും ആദ്യം ഉണ്ടാകുന്ന കുഞ്ഞുങ്ങൾ ഉണ്ടായിരിക്കുമല്ലോ. ഒരുപക്ഷെ അപ്പനും കടിഞ്ഞൂലായിരിക്കും. കാരണം ഈ അപ്പൻ ഏതെങ്കിലും വീട്ടിലെ മൂത്ത മോനായിരിക്കും, ഇപ്പോൾ അപ്പനായിരിക്കും. അന്നേരം ആ വീട്ടിലും ഈ അപ്പന് ഉണ്ടായ മൂത്ത മോൻ. അപ്പോൾ പല വീടുകളിലും ഞാൻ ധരിക്കുന്നു, പല വീടുകളിലും ഒന്നിലധികം മരണം അന്ന് നടന്നിരുന്നു. കാരണം ഈ അപ്പൻ മൂത്ത മോനാണ്, അല്ലെ മോൻ, ഈ അപ്പനുണ്ടായ മോന് അല്ലെ മോള്, അവരാരായിരുന്നാലും കടിഞ്ഞൂലുകൾ സംഹരിക്കപ്പെട്ടു. അപ്പോൾ അങ്ങനെ കടിഞ്ഞൂലുകൾ സംഹരിക്കപ്പെടാതിരിക്കണമെങ്കിൽ ഈ വീടിന്റെ ഉള്ളിൽ ഈ വീടിന്റെ കട്ടളക്കാൽമേലും കുറുമ്പടിമേലും രക്തം പുരട്ടിയാൽ മാത്രം പോരാ. ഒരിക്കലും ഒരു കാരണവശാലും ഈ രക്തം പുരട്ടിയ വീടിന്റെ പുറത്ത് ഇവരിറങ്ങിപ്പോകാൻ പാടില്ല. അങ്ങനെ പുറത്ത് ഇറങ്ങി നടന്നാൽ എന്റെ വീടിന്റെ കട്ടളക്കാൽമേലും കുറുമ്പടിമേലും രക്തം പുരട്ടിയായിരുന്നു എന്ന് പറഞ്ഞ് കടിഞ്ഞൂലായ ഒരുത്തൻ അങ്ങാടി കൂടെ നടക്കുകയാണ്, അല്ലെ റോഡിൽ കൂടെ നടക്കുകയാണ് എങ്കിൽ സംഹാരൻ അവരെ സംഹരിച്ചാൽ അതിന് ആ സംഹാരകന്റെ മേൽ യാതൊരു തെറ്റും പറയാനില്ല. കാരണം ദൈവം പറഞ്ഞ വ്യവസ്ഥ ആരും പുറത്തിറങ്ങാതെ ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കണമെന്നായിരുന്നു. നമ്മള് വിശ്വാസത്താൽ ക്രിസ്തുയേശുവിൽ വസിക്കാതെ ഇരുന്നാൽ ദൈവത്തിന് നമ്മുടെ ജീവിതത്തിന് നമ്മുടെ മേൽ യാതൊരു ഗ്യാരണ്ടിയും. നമ്മൾ വിശ്വാസത്താൽ യേശു ക്രിസ്തുവിൽ വസിക്കുന്ന സമയം വരെ മാത്രമേ ദൈവത്തിന് നമ്മുടെ മേൽ അധികാരം. അപ്പോ ഈ റാഹാബിന്റെ ഈ വീട്ടില് ഒരു ചുവപ്പ് ചരട് കെട്ടിയായിരുന്നു. അങ്ങനെ കെട്ടിയിട്ട് റാഹാബും തന്റെ കുടുംബക്കാരെ എല്ലാം റാഹാബ് ആ വീട്ടിൽ വിളിച്ചു വരുത്തിയിരുന്നു. അപ്പൊ ഈ എരിഹോ മതിൽ ഇടിഞ്ഞു വീണപ്പോ ഈ റാഹാബിന്റെ വീട് ഇടിയാതെ ബാക്കി നിന്നിരുന്നു. അപ്പോ ആ ഇസ്രായേൽ നോക്കിയപ്പോ ഒറ്റുകാരെ ഇസ്രായേലിനോട് പറഞ്ഞിരുന്നു മോശം മുഖാന്തരം, ഈ റാഹാബിന്റെ വീട്ടിൽ അഥവാ ഏത് വീട്ടിലാണോ ചുവപ്പ് ചരട് കാണുന്നത് ആ വീട്ടിലുള്ള ആരെയും കൊല്ലരുത്, ആരെയും ഉപദ്രവിക്കും, ആരെയും കുന്നുകളയരുത്. അത് ദൈവം അവരെ ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടും അവരെ തിരിച്ചയച്ചുകൊണ്ട് ദൈവം അവരുടെ വിശ്വാസം കണ്ട് അവരെ രക്ഷിച്ചിരിക്കുന്നു. അതുകൊണ്ട് ആരും അവരെ കയ്യേറ്റം ചെയ്യരുത് എന്ന് മോശം മുഖാന്തരം അവർ നിർദ്ദേശം ലഭിച്ചിരുന്നു. ഈ ചുവപ്പ് ചരടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. യേശുക്രിസ്തുവിന്റെ രക്തം അഥവാ കുഞ്ഞാടിന്റെ രക്തം കടൽക്കാൽമേലും കുറുമ്പടിമേലും പുരട്ടിയതിന്റെ ഒരു അടയാളം പോലെ തന്നെ ഈ ചുവന്ന ചരടും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അപ്പൊ ഈ ചുവന്ന ചരട് അല്ലെങ്കിൽ കുഞ്ഞാടിന്റെ രക്തം ഏത് കട്ടൽക്കാൽമേലും കുറുമ്പടിമേലും ഏത് ഭവനത്തിന് മേലും ഉണ്ടോ, അല്ലെങ്കിൽ ഈ ചുവന്ന ചരട് ഏത് കിളിവാതിലിൽ തൂക്കിയിട്ടുണ്ടോ, അവിടെ അവർക്ക് രക്ഷയുണ്ട്. അവിടെ മരണദൂതൻ തൊടത്തില്ല. അങ്ങനെ വിശ്വാസത്താൽ റാഹാബ് എന്ന വേശ്യയും ഒറ്റുകാരെ സമാധാനത്തോടെ കൈക്കൊണ്ടു. അതുകൊണ്ട് അവിശ്വാസികളോടുകൂടെ നശിക്കാതെ ഇരുന്നു. 32ാമത്തെ വാക്യം നമ്മൾ വായിക്കുന്നു. ഇനി എന്ത് പറയേണ്ടു? ഗിദെയോൻ, ബാരാക്ക്, ശിംശോൻ, ഇത്താഹ്, ദാവീദ് എന്നിവരെയും ശമൂവേൽ മുതലായ പ്രവാചകന്മാരെയും കുറിച്ച് വിവരിപ്പാൻ സമയം പോരാ. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നു ഇനി എന്ത് പറയേണ്ടു. എന്നിട്ട് പറഞ്ഞിരിക്കുന്നത് ഗിദെയോൻ എന്ന മനുഷ്യനെ കുറിച്ച് ആദ്യം പറഞ്ഞു. ഗിദെയോൻ എന്ന വ്യക്തിയെ നമുക്കറിയാം. ഇസ്രായേലില് സംഭവിച്ചിരുന്ന കാര്യം, ഇസ്രായേൽ വിതയ്ക്കും, എന്നാൽ ആ വിതയ്ക്കുന്ന കൊയ്യാൻ ഇസ്രായേലിന് കഴിഞ്ഞിരുന്നു. ആ കൊയ്തിരുന്നത് മിദ്യാന്യരാണ് ഇസ്രായേൽ വിതയ്ക്കുന്നത്, കൊയ്തിരുന്നത്. അങ്ങനെ നീണ്ട കാലങ്ങളായി ഇസ്രായേൽ വിതയ്ക്കും, മിദ്യാന്യര് കൊയ്യും. അങ്ങനെ അറിയാവുന്നതുകൊണ്ട് ഈ ഇത്താഹ് കൊയ്യാൻ സമയമായി ഗോതമ്പ് കൊയ്തിട്ട് ചക്കിന്റെ കളപ്പരയിൽ വെച്ച് ഈ ഗോതമ്പ് മെതിച്ചുകൊണ്ടിരിക്കുക. എന്താ കാരണം? ഇത് മിദ്യാന്യരുടെ കയ്യിൽ പെടരുത്. ആ മിദ്യാന്യരുടെ കയ്യിൽ പെട്ടുപോകാതെ
ഈ ഗിദെയോൻ ഗോതമ്പ് വെച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് ദൈവം ഗിദെയോനെ സന്ദർശിക്കുന്നു. അല്ലയോ പരാക്രമശാലിയെ, ദൈവം നിന്നോട് കൂടെ ഉണ്ട് എന്നുള്ള സംബോധനയാണ് ആദ്യമായിട്ട് ദൈവം ഗിദെയോനോട് പറയുന്നത്. അപ്പൊ ഗിദെയോന് സംശയം, ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ എന്താ ഇങ്ങനെ സംഭവിക്കും? ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ വിതയ്ക്കുക, ശത്രു കൊയ്യുക എന്നൊരിക്കലും വരും. അതിന്റെ നമ്മൾ വിതയ്ക്കുന്നതും ശത്രു കൊയ്യുന്നതുമാണ് കാണുന്നതെങ്കിൽ, അനുഭവമെങ്കിൽ, തീർച്ചയായും ദൈവം നമ്മോട് കൂടെ ഇല്ല എന്നുള്ളതാണ്, എന്ന സത്യമാണ് ഗിദെയോൻ ദൈവത്തോട്. ഉടനെ ദൈവം പറയുന്നു, ഗിദെയോനോട് പറയുന്നത്, ഈ ബലത്തോടെ നീ പോവുക, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ നീ തോൽപ്പിക്കും. എന്ന് വെച്ചാൽ മിദ്യാന്യരെ ലക്ഷക്കണക്കിന് പട്ടാളക്കാരൻ, ആ പട്ടാളക്കാരെ എല്ലാം ലക്ഷോപലക്ഷം പട്ടാളക്കാരെ നീ എങ്ങനെ തോൽപ്പിക്കും? നീ ലക്ഷക്കണക്കിന് ആളുകളെ തോൽപ്പിക്കുക എന്നല്ല, ലക്ഷക്കണക്കിന് ആളുകളെ നീ തോൽപ്പിക്കും. അത് എങ്ങനെ തോൽപ്പിക്കും? ഒരൊറ്റ മനുഷ്യനെ നീ തോൽപ്പിക്കുന്നത് പോലെ ഈ ലക്ഷക്കണക്കിനായ മിദ്യാന്യ പടക്കൂട്ടത്തെ നീ തോൽപ്പിക്കും. അങ്ങനെ മിദ്യാന്യ പടക്കൂട്ടത്തിന്റെ നേരെ യുദ്ധം ചെയ്ത് 32,000 ആളെ കൊണ്ട് ഗിദെയോൻ യാത്ര തിരിക്കുന്നു. 32,000 ആളെ കണ്ടപ്പോൾ ദൈവം പറയുന്നത്, ഇത്രയും ആളുകളുടെ ആവശ്യമില്ല, ഈ ആള് അധികമാണ്. ഒരു കാര്യം ചെയ്യും, ഭയവും ഭീതിയുമുള്ളവരെല്ലാം വിട്ടു പോയിക്കോട്ടെന്ന് പറഞ്ഞു. അങ്ങനെ 20,000 പേര് ഈ ഗിദെയോന്റെ യുദ്ധ സൈന്യത്തിൽ നിന്ന് പിന്മാറിപ്പോവാനിടയായി. പിന്നെ 12,000 പേര് അവശേഷിച്ചു. ഈ 12,000 പേരെ നോക്കിയിട്ട് ദൈവം പറഞ്ഞു, ഈ 12,000 പേരും അധികമാണ്. അതുകൊണ്ട് ഒരു പരിശോധനയിലേക്ക് അവരെ നടത്താൻ പറഞ്ഞു. അവരെ വെള്ളത്തിലേക്ക് നടത്തി. 12,000 പേര് വെള്ളത്തിലേക്ക് നടത്തി. വെള്ളം, എല്ലാവർക്കും ദാഹമുണ്ട്, എല്ലാവർക്കും ദാഹം. ആ ദാഹമുള്ളവര് വെള്ളം കുടിക്കുന്ന ആ രീതി കണ്ടിട്ട് ദൈവം അതിൽ നിന്ന് 300 പേരെ മാറ്റി നിർത്തി. ബാക്കിയുള്ളവരെല്ലാം മുട്ടുകുത്തിയാണ് വെള്ളം കുടിക്കുന്നത്. എന്നാൽ ഈ 300 പേര് കുടിച്ചത് മുട്ടുകുത്തിയല്ല, അവര് കയ്യിൽ വെള്ളം കോരി പട്ടി നക്കി കുടിക്കുന്ന പോലെ നക്കി കുടിച്ചു. അപ്പോൾ ദൈവം പറഞ്ഞു, ഈ 300 പേരെ കൊണ്ട് മാത്രമേ യുദ്ധം ചെയ്യിക്കാൻ കഴിയത്തുള്ളൂ, ഇവരെ മാത്രം തിരഞ്ഞെടുക്കുക, ബാക്കി എല്ലാവരും പടങ്ങി. മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സഹോദരി സഹോദരന്മാരെ, നമുക്കറിയാമല്ലോ, ഒരുവൻ എന്തിന്റെയെങ്കിലും മുൻപിൽ മുട്ടുകുത്തുക എന്ന് പറഞ്ഞാൽ അതിന് തന്നെ വിധേയപ്പെടുത്തുക, അടിമയാക്കുക എന്നാണ് അതിന്റെ അർത്ഥം. ഞാൻ ഇതിനെ ആരാധിക്കുന്നു, ഞാൻ ഇതിനെ വണങ്ങുന്നു, അതിന് ഞാൻ അടിമയായി തീർന്നിരിക്കുന്നു, ഞാൻ ഇതിനെ സാഷ്ടാംഗം പ്രണമിക്കും, നമസ്കരിക്കും. എല്ലാവർക്കും ദാഹമുണ്ട്, എല്ലാവർക്കും, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ ചിന്തിക്കാം, ഈ ലോകത്തിൽ എല്ലാവർക്കും ആവശ്യങ്ങളുണ്ട്. എന്നാൽ എല്ലാ ആവശ്യങ്ങളും, ആ ആവശ്യത്തിന്റെ മുമ്പിൽ നമ്മൾ വരുമ്പോൾ നമ്മൾ എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ളത് ദൈവം വളരെ താല്പര്യത്തോടെ നോക്കുന്നു. നമുക്ക് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് അല്പം അല്ലാത്ത അറിവുള്ളവരെ നമ്മളെല്ലാവരും ഞാൻ ധരിക്കും. ഒരു നേരത്തെ ഭക്ഷണത്തിന് പോലും ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്താൻ ഇടയുണ്ട് എന്നുള്ളത് നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ നാം മറന്നു. നമ്മുടെ ദൈവത്തിന്റെ വചനത്തിൽ കാണുന്നു, ജ്യേഷ്ഠാവകാശം ഏശാവിനായിരുന്നു. അല്ല, ഏശാവ് പറഞ്ഞു, എനിക്ക് എന്തിന് ഈ ജ്യേഷ്ഠാവകാശം, എന്തിനാ? വെറുതെ ഞാനിപ്പോ വിശപ്പ് കൊണ്ട് മരിച്ചു പോകുന്നു, അതുകൊണ്ട് ഈ ജ്യേഷ്ഠാവകാശത്തേക്കാൾ എനിക്ക് നല്ലത് ഒരു നേരത്തെ ഭക്ഷണമാണ്. വയറു നിറച്ച് ഒരു നേരത്തെ ഭക്ഷണം കിട്ടിയാൽ ജ്യേഷ്ഠാവകാശം നഷ്ടപ്പെടുത്താൻ തയ്യാറായി. നമ്മുടെ ജീവിതത്തിലും എന്തെങ്കിലും ഒരു പക്ഷേ ഒരു നേരത്തെ ഭക്ഷണമായിരിക്കാം, അല്ലെങ്കിൽ ഒരു ഗ്ലാസ് വെള്ളമായിരിക്കാം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സാഹചര്യങ്ങളായിരിക്കാം. ആ സാഹചര്യത്തിന് മുൻപിൽ നാം എങ്ങനെ പ്രതികരിക്കുന്നു എന്നുള്ള ദൈവം വളരെ സൂക്ഷ്മതയോടെ, വളരെ വളരെ താല്പര്യത്തോടെ നോക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വളരെ വളരെ നമ്മൾ ശ്രദ്ധാപൂർവം ഓരോ നിമിഷം ചെയ്യേണ്ട കാര്യമാണ് എന്ന് ഞാൻ ഓർപ്പിക്കുന്നു. ദൈവത്തിന്റെ കരുണ നമ്മളോട് എല്ലാവരോടും ഉണ്ടാകുമാറാകട്ടെ. ദൈവത്തിന്റെ ഇഷ്ടമാണെങ്കിൽ ഇതിന്റെ ബാക്കി കാര്യം അടുത്ത ദിവസം ചിന്തിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിന്റെ എല്ലാ മേഖലകളും നമ്മൾ കണ്ടു. ഇസ്രായേൽ ചെങ്കടലിന്റെ തീരത്ത് വന്നപ്പോൾ അവർക്ക് പ്രയാസം ഉണ്ടായി. എന്നാൽ അവിടെ ദൈവം പ്രവർത്തിച്ചു. ദൈവം എന്നെയും നിങ്ങളെയും ഒരു പർപ്പസിന് വേണ്ടി വിളിച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ലക്ഷ്യം കാണിച്ചിട്ടാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്.
ആ ലക്ഷ്യത്തിലേക്ക് നമ്മളെ എത്തിക്കാൻ ദൈവം ശക്തനാണ്, ദൈവം ഒരുക്കമുള്ളവനുമാണ്. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ.